വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി നിശ്ചയിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ മുന്നണിയിൽ ഒറ്റപ്പെടുത്താമോ എന്ന ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നത്. മദ്യത്തിന് നികുതി നിശ്ചയിച്ചതിൽ ലീഗിന് എതിർപ്പുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത. എന്നാൽ ഇന്നലെ ലീഗ് മന്ത്രി കെ.എം. ഷാജി ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള എല്ലാ സംശയവും തീർത്തു നൽകി. മുന്നണിയിൽ യാതൊരു ഭിന്നതയുമില്ലെന്ന സംശയത്തിനിടയില്ലാത്ത വിധം ഷാജി വ്യക്തമാക്കുന്നുണ്ട്. കുത്തിത്തിരിപ്പുണ്ടാക്കാനായി ചോദിച്ച ഓരോ ചോദ്യത്തിനും കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ഷാജി മാധ്യമങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ 1 മാസമല്ലേ ആയുള്ളൂ വന്നിട്ട്, 10 കൊല്ലം കൊണ്ട് ഈ പണിയൊക്കെ ഒപ്പിച്ചു വെച്ചവർ അപ്പുറത്തിരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മയം വേണ്ടേ? LDF മദ്യനയത്തിൽ ആയിരക്കണക്കിന് മദ്യഷാപ്പുകൾ കേരളത്തിൽ തുറന്നു. 10 വർഷം കൊണ്ടുണ്ടാക്കിയ മദ്യത്തിന്റെ ഒഴുക്ക് 1 മാസം കൊണ്ട് നിർത്താൻ സാധിക്കില്ല. ഇതെല്ലാം തുടങ്ങിവെച്ചത് അവരാണ്. ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറയിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ച മാധ്യമങ്ങളോട് ഷാജി പറഞ്ഞത്, ഭരണപക്ഷത്തിരിക്കുന്ന ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഞാൻ സംസാരിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായി ഒരു വാക്കുപോലും എന്നിൽ നിന്ന് കിട്ടില്ല. അതിന് വെറുതെ മിനക്കെടേണ്ട. ഉടനെ ലീഗിന് മദ്യനയത്തിൽ നിലപാടില്ലേ എന്നായി ചോദ്യം. ലീഗിന്റെ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ക്യാബിനറ്റിൽ ഞങ്ങൾ അറിഞ്ഞാണ് നിലപാട് സ്വീകരിച്ചത്. ക്യാബിനറ്റിൽ 5 ലീഗ് മന്ത്രിമാരുണ്ട്. മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് മാറ്റമുണ്ടെങ്കിൽ അത് പറയേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമാണ്. സഭയിൽ മുഖ്യമന്ത്രിയെ തോണ്ടാവുന്ന അകലത്തിലല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ്? ഇന്നലെ അദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ തോണ്ടിയേനെ. അത് ചെയ്തില്ലല്ലോ. മുഖ്യമന്ത്രി വിലക്കിയില്ലല്ലോ എന്നും ഷാജി ചോദിച്ചു. എന്തായാലും മുസ്ലിം ലീഗിനെ കോൺഗ്രസിനെതിരാക്കാൻ നോക്കിയ മാധ്യമങ്ങൾക്ക് പണി പാളി. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ ലീഗിനെ സതീശൻ ഇങ്ങനെയൊക്കെ ചതിക്കുന്നു എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് മാധ്യമങ്ങൾ നോക്കിയത്. മന്ത്രി കെ.എം. ഷാജി നടത്തിയ പ്രതികരണം കാണാം. ആ ഒഴുക്ക് ഒഴുകുന്ന തടഞ്ഞോളൂ. സമയമുണ്ട്. അപ്പൊ നിങ്ങൾ വേറാണ്. അതിനിപ്പോ 1 മാസം കൊണ്ടുള്ള ഒഴുക്കെല്ലാം കൂടി തടയാനൊന്നും കഴിയില്ലല്ലോ. ഞങ്ങൾ 1 മാസമായിട്ടുള്ളൂ സുഹൃത്തെ. 1 മാസമായിട്ടുള്ളൂ അല്ലേ? മനസ്സിലായില്ലേ? ഞങ്ങൾ 1 മാസമായിട്ടുള്ളൂ. 10 കൊല്ലം കൊണ്ട് ഈ പണിയൊക്കെ ഒപ്പിച്ചു വെച്ചവർ അപ്പുറത്ത് ഇരുന്നിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു മയം വേണ്ടേ? 1 മാസം വന്നിട്ട് ഒരു സ്റ്റെപ്പ് അല്ലല്ലോ. അങ്ങനൊന്നുമില്ല. അവരെ എന്ത് ചെയ്ത് ചെയ്യാണെന്നല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ എന്താ ചെയ്യാണെന്നുള്ള കാലക്രമം നിങ്ങൾക്ക് ബോധ്യമാവും. അതിനൊരു സമയം, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരു സമയം തരുന്ന ഒരു മര്യാദ ഇല്ലേ? ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ. അത് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഓരോരുത്തർ അഭിപ്രായം പറയും. അതിനൊന്നും വേദാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ വേറെ ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അത്ര വീര്യം കുറവാണ് ആ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ വീര്യം നോക്കാനാണ് പറയണത്. എനിക്ക് മനസ്സിലായി. കുറച്ച് വീര്യം കുറച്ച് കുറവാണ്. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളല്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാവുക. അതിന്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്റെ വീര്യം കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ തൽക്കാലം വീര്യം കുറഞ്ഞു കൊടുക്കാനാണ് തീരുമാനിച്ചത്. ആയിക്കോട്ടെ. LDF അതൊക്കെ ചെയ്യട്ടെ. ഭയങ്കര സംഭവമാണല്ലോ. ഞങ്ങൾ LDFിനെ മറുഭാഗത്തില്ല. LDF ഇങ്ങനെ നിഷ്ക്രിയമായിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഭരിക്കാൻ ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ LDF എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിൽ അവരപ്പുറത്തിരിക്കും. അവർ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായിട്ട് ഞങ്ങളോട് സംസാരിക്കും. അവർ ചെയ്യേണ്ട റോൾ അതാണ്. ഞങ്ങൾ അതിനൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കത് പറയേണ്ട റൈറ്റും ഉണ്ട്. കറക്റ്റ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. അതാ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അവർ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ മദ്യനയത്തിൽ കേരളത്തിൽ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ നിലപാടില്ലായ്മയുണ്ട്. അത് എന്ന് വെച്ചാൽ അത് ചോദിച്ചതിന് മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. പൈസ ഞങ്ങൾ രണ്ടൊരു സാക്ഷി. അത് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് വർത്താനില്ല. ഇങ്ങനെയാണോ മദ്യം നയം ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ ഇങ്ങനെയാണോ മദ്യം കുറക്കലെന്ന് ചോദിക്കുമ്പോൾ 100 എണ്ണം കൂട്ടിയെന്ന 2000 കൂട്ടിയെന്ന ആയിരക്കണക്കിന് മദ്യഷാപ്പുകൾ കേരളത്തിൽ തുറന്നു. ഇപ്പോഴും പക്ഷേ നമ്മൾ ജാഗ്രത കാണിക്കുന്നതിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് 1 മാസമായപ്പോഴത്തേക്കും ജാഗ്രത വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആ ജാഗ്രത ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും വേണം. മുഖ്യമന്ത്രി പറയുന്നത് ഇത് UDF ഇത് ചർച്ച ചെയ്യുമെന്നാണല്ലോ. ലീഗിന്റെ നിലപാട് എന്താ? ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പം അതിൽ കിട്ടേണ്ട പോയിന്റ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കിട്ടേണ്ട പോയിന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഈ മന്ത്രിസഭക്കകത്ത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായി എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ അത് ഉണ്ടാവില്ല. അല്ല, ലീഗിന്റെ നിലപാടല്ലേ വന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? ഞങ്ങളെ മുഖ്യമന്ത്രി അല്ലേ? ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ? ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കണം അതല്ല. ഞങ്ങൾ ക്യാബിനറ്റിലുള്ള ലീഗൊന്നും ലീഗല്ലേ? ക്യാബിനറ്റിൽ 5 മന്ത്രിമാരല്ലേ? ഞങ്ങൾ 5 മന്ത്രിമാർ കൂടി അറിഞ്ഞോണ്ടല്ലേ അന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞോ? ഇനിയിപ്പം ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് അഭിപ്രായം അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റി പറയേണ്ടതുണ്ടെങ്കിൽ ഞാനല്ല പറയേണ്ടത്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം ഇന്നലെ അവിടെ സഭയിലില്ലേ?
ഒന്ന് പിന്നെ മുഖ്യമന്ത്രി ചെറുതായി തോണ്ടാവുന്ന അകലല്ലേ ഉള്ളൂ, തോണ്ടിയിട്ടില്ലല്ലോ, വിലക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ നിലപാടിൻ്റെ കൂടിയാണ് മുഖ്യമന്ത്രി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ട്?